സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഈ നാളിൽ നീയും നിന്റെ സമാധാനത്തിനുള്ളത് അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. ഇന്ന് മനുഷ്യൻ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അഡിക്റ്റായി അതിനായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മദ്യവും ലഹരിയുമില്ലാത്ത ഒരു ജീവിതം മനുഷ്യനില്ല. ലഹരിയും മദ്യവും ഇന്ന് മനുഷ്യൻ പ്രാധാന്യമേറിയിരിക്കുന്ന പഠിക്കുന്നവർക്ക്, സമ്പത്തുണ്ടാക്കുവാൻ താല്പര്യപ്പെടുന്നവർ, ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് മുൻപോട്ട് ഓടുവാൻ വാഞ്ചിക്കുന്ന അനവധി പേരുടെ ജീവിതത്തിനകത്ത് വളരെ ഹൈ ഫാസ്റ്റായിട്ട് വേഗത്തിൽ കാര്യങ്ങൾ ഒക്കെ ചെയ്തെടുക്കുവാൻ, കാര്യങ്ങൾ സ്വായത്തമാക്കുവാൻ അവർ ലഹരിക്ക് അടിമയാകുന്ന അനുഭവത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നു. സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കപ്പെടുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടതായി ഉണ്ട്. ലഹരി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഏത് വീട്ടിൽ പോയാലും, ഏത് സ്ഥലത്ത് പോയാലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ ഏതോ ചില ലഹരികൾ അവർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് അവധി പ്രഖ്യാപിക്കപ്പെട്ട ദിനമാണല്ലോ. ഇനി കുഞ്ഞുങ്ങളുടെ അവധി ദിനങ്ങളാണ്. അപ്പൊ അവരുടെ മുൻപിൽ അപ്പനോ മറ്റു പ്രിയപ്പെട്ടവരോ സഹോദരങ്ങളോ ഒക്കെ ലഹരിയിൽ അകപ്പെട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ഇളം പ്രായമായ അവരുടേതായ ചിന്തനങ്ങളിലും അവരുടെ ഹൃദയത്തിനകത്തും എന്തോ ഒരു പ്രത്യേകത ആണ്. അതവര് സ്വായത്തമാക്കുവാൻ ആഗ്രഹിക്കും, വാഞ്ചിക്കും. എന്നാൽ അത് ക്രമേണ അതിലേക്ക് വീഴുന്ന് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അവരറിയാൻ ശ്രമിക്കും. ആ ടേസ്റ്റ് അറിയുവാൻ വേണ്ടിയിട്ട് അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അവരറിയാൻ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് അവരുടേതായ ജീവിതം നശിക്കുന്നത് അവരറിയുന്നില്ല. താൽക്കാലിക സുഖം എന്നേക്കുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്. അപ്പൊ ഈ ലഹരി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മദ്യം കുടിക്കുന്ന വ്യക്തിയെ, മദ്യം വാങ്ങുന്ന വ്യക്തിയെ അത് മദ്യമാണ്, ലഹരിയാണ് എന്ന് പറയപ്പെടുമ്പോൾ ആ മദ്യത്തിന്റെ ബോട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ആ ബോട്ടിൽ ലേബൽ എഴുതിയിരിക്കുന്നു. ഇന്നത്തെ ഗവൺമെന്റ് പറയാണ്, നിങ്ങൾ ആ ബോട്ടിൽ കൊണ്ടുപോയാൽ 20 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന്. അപ്പോ മദ്യപാനികളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒന്ന് പറയാനുണ്ട്. ഈ മദ്യം ഒരു കുടുംബത്തെ തകർക്കുന്നു, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകൾ ഇല്ലായ്മ ചെയ്യുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ഏതോ ചില പരാജയത്തിൽ മനുഷ്യൻ വീഴുന്നു. നല്ല ആരോഗ്യമുള്ള സഹോദരന്മാർ വാഹനമോട്ടിച്ച് മദ്യത്തിന്റെ ലഹരിയിൽ വാഹനമോട്ടിക്കുമ്പോൾ അപകടമുണ്ടായി വീണ് കിടക്കുകയാണ്. അതുപോലെ തന്നെ നല്ല മെത്തയും നല്ല കാര്യാദികളും കിടക്കകളും ഒക്കെയുള്ള പ്രിയപ്പെട്ടവർ വഴിയോരങ്ങളിലും തങ്ങളുടേതായ നഗ്ന ശരീരങ്ങൾ പ്രവേശിച്ച് സ്വയബോധമില്ലാത്തവരായി അവിടെ വഴിയോരങ്ങളിൽ വീണ് തലവത്തിലെ എങ്ങനെയൊക്കെ വീണ് കിടക്കുന്ന അനുഭവങ്ങൾ. പിന്നെ ഭവനക്കാർക്ക് ആശ്വാസമില്ല. അവർക്ക് വേദനിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ തകർക്കുന്നതും പരാജയപ്പെടുത്തുമായ അനുഭവം. നീ മദ്യപിച്ച് നിന്റെ ശരീരത്തിലെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കരുത് സഹോദര. മദ്യം ഉണ്ടാക്കുന്നവൻ സമ്പന്നൻ, മദ്യം കുടിക്കുന്നവൻ ദരിദ്രൻ. മദ്യം ഉണ്ടാക്കുകയും സെയിൽ ചെയ്യുന്നവൻ
അവന്റെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കുന്നു. മദ്യം കുടിക്കുന്നവന്റേതായ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ പരാജയം, കുടുംബ ജീവിതത്തിൽ പരാജയം, എന്നേക്കുമായി അവൻ പരാജയം. മദ്യം ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവൻ, അത് വിൽക്കുന്നവൻ നല്ല ഭവനങ്ങൾ, സമ്പത്തുകൾ വാങ്ങുന്നു. എന്നാൽ മദ്യം വാങ്ങി ഉപയോഗിക്കുന്നവൻ, അവന്റെ മനോഹരമായ ഭവനങ്ങൾ തകർന്നു പോകുന്നു, അവന്റെ സമ്പത്തുകൾ ശോചനമായി പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. മദ്യവും അത് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവന്റെ കുടുംബജീവിതം കെട്ടുറപ്പോടെ നിൽക്കുമ്പോൾ, മദ്യം കുടിക്കുന്നവന്റെ ജീവിതം, ഒരു കുടുംബജീവിതം 1-2 വർഷമാകുമ്പോൾ അത് ഭാര്യ ഭർത്താവ് ബന്ധം വേർപിരിയുന്നു. 1-2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അനാഥരായി മാറുന്നു. അപ്പോ ഈ മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഒരു ദിവസം രാവിലെ 6 മണി മുതൽ 2 മണി വരെ വളരെ കഷ്ടപ്പെട്ട് 1200 1400 രൂപ വാങ്ങുമ്പോൾ അതിൽ 3/4% മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ മിനിറ്റുകൾ മാത്രം. അല്ലെങ്കിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് 7-8 മണി വീട്ടിൽ വരും. അതിനിടയ്ക്ക് വെച്ച് ഇത്രയും കഷ്ടപ്പാട് വെത്തപ്പാട് സഹിക്കുന്ന നിന്റെ അധ്വാന ഫലങ്ങൾ 3/4% മദ്യത്തിനായി പോകുന്നു. ഈ മദ്യലഹരി കൊണ്ട് മനുഷ്യൻ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടോ? പ്രിയമുള്ളവരെ, ഈ ലഹരി പദാർത്ഥം നമ്മെ തകർക്കുന്നു, നമ്മെ നശിപ്പിക്കുന്ന ഒരു ഘടകമായി നിൽക്കുന്നു. ഈ ലഹരി കൊണ്ട് ഏതൊരു പ്രയോജനം മനുഷ്യനില്ല. ലഹരി എന്നേക്കുമായി അവനെ തകർക്കുന്നു. അതുപോലെ തന്നെ വൈക്കകത്തേക്കുന്ന ശംഭു, ഗണേശ്, ഇങ്ങനെയുള്ള ലഹരി, അതികഠിനമായ ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കും. അതിന് ആ കവറിലെടുത്തിരിക്കുന്നു. ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾക്ക് അത് കാരണമായി തീരുന്നു. ഓറൽ അൾസർ, കവിൾവാർപ്പ്, ഇങ്ങനെയുള്ള ചില രോഗങ്ങൾക്ക്. എന്നാൽ അത് വാങ്ങി മേൽച്ചുണ്ടിലും കീഴ്ച്ചുണ്ടിലും വച്ച് മാരകമായ രോഗികളായി RCCയിലൊക്കെ നോക്കുമ്പോൾ, ക്യാൻസർ സെന്ററുകളിലേക്ക് നോക്കുമ്പോൾ 20 വയസ്സ് മുതൽ അങ്ങോട്ട് പ്രായമുള്ള ഒത്തിരി മനുഷ്യരെ ആൺപെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ സ്റ്റേറ്റുകൾക്കകത്തും അത് അതർ സ്റ്റേറ്റുകൾക്കകത്തും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ലഹരിയുടെ ഉപയോഗത്താൽ സംഭവിക്കുന്ന ആധികാരികമായ കാര്യങ്ങൾ. അപ്പോൾ എത്രയോ പേർക്ക് ഈ ലഹരി കൊണ്ട് എന്തെല്ലാം രോഗങ്ങൾ അനുഭവിക്കുന്നു. സ്കൂൾ മത്സരങ്ങൾ, കഞ്ചാവ് മിഠായികൾ, കഞ്ചാവ്, ജെണ്ടി പോലുള്ള ലഹരി വസ്തുക്കൾ കടന്നുകൂടുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, നല്ല പ്രായത്തിൽ തന്നെ ഈ ലഹരിയുടെ അമിതമായ പിടിയിൽ അകപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ മരണത്തിലേക്കും എന്നേക്കും നാശത്തിലേക്കും അകപ്പെട്ടു പോകുന്നത് കാണുന്നില്ലയോ? പ്രിയമുള്ളവരെ, ഈ കാലങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെതായ സമ്പന്നത, വിദ്യാഭ്യാസത്തിന്റെ മേഖലകൾ, അതിൻ്റെതായ സ്കെയിലുകൾ മാറുന്നതനുസരിച്ച്, ഉയർന്നു വരുന്നതനുസരിച്ച് മനുഷ്യന്റെ മരണം അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. നമ്മുടെ ഓമനിച്ചത്താലോചിച്ചോളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടേതായ അകാലതകൾ, വേർപാടുകൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എത്രയോ ഇടങ്ങളിൽ ആത്മഹത്യകൾ, മരണങ്ങൾ, ചാരിത്രശുദ്ധി നഷ്ടപ്പെട്ടും ജീവിതാനുഭവങ്ങൾ നഷ്ടപ്പെട്ടും താൽക്കാലികമുള്ള തീരുമാനങ്ങൾ എന്നേക്കുമായി പരാജയമായി തീരുന്ന ചില അനുഭവങ്ങളെ കുറിച്ചൊക്കെ കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, മരണത്തിലേക്ക് പോകുവാൻ, നാം അതിന്റെ കൂട്ടാളികളാകുവാൻ എന്തിന് ഇടം കൊടുക്കുന്നു? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകത്തിൽ മനുഷ്യന്റെ നവീകരണത്തിനായി അനേക മതനേതാക്കന്മാരും അനേക ജ്ഞാനികളും അത് എഴുന്നേറ്റിട്ടുണ്ട്. മനുഷ്യനെ അവന്റേതായ ലക്ഷ്യത്തിലേക്ക് വേർതിരിക്കുന്ന അതേ ലോകപരിജ്ഞാനമുള്ള അനുഭവസ്ഥരായി മാറ്റുവാൻ. എന്നാൽ നമ്മുടെ സമൂഹത്തിലും ഇന്ത്യയ്ക്കും നോക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് വളരെ അറിവുകളും ജ്ഞാനവും ഇന്ന് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും വിദ്യാസമ്പന്നരായി മാറുവാൻ ഇടയാകുന്ന ഒരു മാർഗ ലക്ഷ്യമുണ്ട്. അതിന്റെ പൂർണ്ണമായ ലക്ഷ്യം യേശുക്രിസ്തു എന്ന സുവിശേഷം എന്ന നല്ല വാർത്ത. മനുഷ്യനെ മനുഷ്യനായി കാണണം,
മനുഷ്യൻ അത് പാപത്തിന്റെ തലത്തിൽ ജന്മകർമ്മ പാപങ്ങളിൽ അകപ്പെട്ടിരുന്നപ്പോൾ ആ ജന്മകർമ്മ പാപത്തിന് നേർച്ചകൾ കൊണ്ടോ അത് മറ്റു കാര്യങ്ങൾ കൊണ്ടോ മറ്റ് അത് പരിഹാരങ്ങളൊന്നുമില്ലാതിരിക്കപ്പെടുമ്പോൾ യേശു എന്ന ആ പരിഹാരകൻ ഒരിക്കലായി ഗാൽഗോഥായിൽ പരമയാഗമായി തീർന്നു. ആ യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് എന്ന് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിപ്പിക്കപ്പെടുമ്പോൾ ആരുടെ കാതോരങ്ങളിൽ കേൾക്കുന്നുവോ, കേട്ട് ആ ക്രിസ്തുവിന് എന്റെ രക്ഷിതാവായി അത് എന്റെ വീണ്ടെടുപ്പുകാരനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ അവർക്ക് പാപമോചനമെന്ന് വീണ്ടെടുപ്പ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങളിലും അവിടെയായി അത് ആ ലഹരിയുടേതായ അതികഠിനതയിൽ കിടന്ന് നമ്മുടെ കൊച്ചു പട്ടണങ്ങളും ആ ഗ്രാമങ്ങളും അതേ മദ്യത്തിലും ലഹരി പദാർത്ഥത്തിലും വ്യഭിചാരം പോലുള്ള ജീവിതങ്ങളും നയിച്ചിരുന്ന അതേ ആൾക്കാർ പാർത്തിരുന്ന ദേശങ്ങൾ ഇന്ന് കാണാൻ കഴിയുന്നത് നല്ല വിദ്യാസമ്പന്നരായും അത് നല്ല അനുഭവമായി തീരുന്നു. കാരണം അവരുടേതായ തലമുറകളെയൊക്കെ ഇന്ന് നല്ല രീതിയിൽ നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യൻ അവന്റെ ഹൃദയത്തിന് രൂപാന്തരം കൊള്ളുന്ന അനുഭവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുവാൻ തയ്യാറാകണം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം. മനുഷ്യന്റെ ദൗത്യം എന്താണ്? മനുഷ്യനിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം എന്താണോ മനുഷ്യനോട് അത് കൽപ്പിക്കുന്നത്, ആ കൽപ്പനകളെ അത് പ്രപഞ്ചത്തിലൂടെ തന്നെ ആശ്രയിച്ച സത്യം തിരിച്ചറിയുവാൻ അത് അവൻ പ്രാപ്തനായി വരേണ്ടത് ആവശ്യം. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അവന്റേതായ മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കുന്നത് എന്താണ്? അവനെ മൃഗത്തിന് തുല്യമാക്കി മാറ്റുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതേ ജ്ഞാനമുണ്ടായിട്ടും അതേ അറിവുകളുടേതായ ആ ഉറവിടം ഉണ്ടായിട്ടും അത് ഉൾക്കൊള്ളുവാനോ അതിലേക്ക് തിരിയുവാനോ കഴിയാതെ അവർ മനുഷ്യരെ നിയന്ത്രിക്കുന്ന ഏക മാരകമായ ഒരു വസ്തുതയാണ് അതേ ലഹരി എന്ന ആ പാപം. ആ ലഹരി പലതരത്തിലൂടെ കയറി വരുന്നു. ഒന്ന് പിതാവിലൂടെ കയറി വരാം ഒരു കുടുംബത്തിനകത്ത്, ഒന്ന് സഹോദരിമാരിലൂടെ കയറി വരാം, അമ്മയിലൂടെ അല്ലെങ്കിൽ മക്കളിലൂടെ, മകനിലൂടെ, അത് മകളിലൂടെ, മരുമകളിലൂടെ, ചെറുകുഞ്ഞുങ്ങളിലൂടെ, നമ്മുടെ സ്നേഹിതരിലൂടെ, സഹോദരങ്ങളിലൂടെ ആ ലഹരി കടന്നു വരപ്പെടുമ്പോൾ ആ ലഹരിയിലൂടെ ഏതോ ചില ജീവിതങ്ങൾ തകർന്നു പോകുന്ന അനുഭവത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. എത്രയോ ഇടങ്ങളിൽ ഒരിക്കൽ ഒരു കുഞ്ഞ് 13 വയസ്സായ ഒരു കുഞ്ഞിന്റെ ആത്മഹത്യ